കർക്കിടക മാസമൊക്കെ ആയല്ലോ, എന്നാൽ പിന്നെ ഔഷധക്കഞ്ഞിയൊക്കെ കുടിക്കാമെന്ന് കരുതി. അപ്പോഴാണ് ഓർത്തത് നമ്മുടെ അമ്പലത്തിൽ എന്നും രാവിലെ ഔഷധക്കഞ്ഞി കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി അമ്പലത്തിലേക്ക് അങ്ങ് വിട്ടു. അമ്പലം അങ്ങ് ദൂരെയൊന്നുമല്ല കേട്ടോ. അമ്പലം നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. വളരെ പഴക്കം ചെന്ന ഒരു അമ്പലമാണ്. കിരാതമൂർത്തിയാണ് പ്രതിഷ്ഠ. പിന്നെ ശിവനുണ്ട്, വിഘ്നേശ്വരനുണ്ട്, വനദേവതയുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്, കുട്ടിച്ചാത്തനുണ്ട്. അങ്ങനെ ഒരുപാട് ഉപമൂർത്തികളും ഒക്കെ ആയിട്ട് വലിയൊരു പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്. പേര് മേലൂർ ശിവക്ഷേത്രം എന്നതാണ്. ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് ഡിസംബറിലാണ്. ഊട്ടുത്സവം എന്നാണ് പറയുക. അന്ന് 10 ദിവസം ചോറും മറ്റ് ആഘോഷ പരിപാടികളും സ്റ്റേജ് പരിപാടിയും ഒക്കെ ആയിട്ട് ഉത്സവം അങ്ങ് ഗംഭീര ഉത്സവമാണ്. നേരത്തെ പറഞ്ഞില്ലേ അമ്പലം തൊട്ടടുത്താണെന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്തി, കാലൊക്കെ ഒന്ന് കഴുകി ദേവനൊക്കെ പ്രാർത്ഥിച്ചു, നേരെ ഔഷധക്കഞ്ഞി കൊടുക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. അങ്ങനെ കഞ്ഞി കുടിക്കേണ്ട തയ്യാറെടുപ്പായി. പ്ലേറ്റൊക്കെ എടുത്തു, കഞ്ഞിയൊക്കെ എടുത്തു, കഞ്ഞി കുടിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റുള്ള ഒരു കഞ്ഞിയാണ്. കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. കാരണം മരുന്നുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഒരു മധുരം കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മരുന്നിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ഇതിൽ ചേർന്ന ഉലുവ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു ലൈറ്റ് ഒരു കയ്പും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടാവും. നമുക്ക് പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ. മധുരമായാലും കയ്പായാലും കഞ്ഞി കുടിച്ചു, രണ്ടാമതും എടുത്തു കുടിച്ചു. എന്നിട്ട് നേരെ പാത്രമൊക്കെ കഴുകി അവിടെ വെച്ചു, വണ്ടി എടുത്തു, നേരെ വീട്ടിലേക്ക്. ഇനിയിപ്പോൾ ഡെയിലി കഞ്ഞി ഉള്ളത് കാരണം രാവിലെ എഴുന്നേൽക്കുക, നേരെ അമ്പലത്തേക്ക് പോവുക. ഒരു മാസം വരെ ആരോഗ്യമൊക്കെ ഒന്ന് സംരക്ഷിച്ചേക്കാന്നേ, കഞ്ഞിയൊക്കെ കുടിച്ചിട്ടൊന്ന് ഉഷാറാവട്ടെ.